ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ് 3ാം ക്ലാസ്സിലെ EVS വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നല്ല ബക്കറ്റ് ഉണ്ട്, കപ്പുണ്ട്, കൂജകളുണ്ട്, കന്നാസ് ഉണ്ട് അല്ലേ? ഇവയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കളേഴ്സ് കൊടുക്കണം കേട്ടോ. നല്ല കളേഴ്സ്, ബക്കറ്റിന് ബ്ലൂ കളർ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടേതായ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് നല്ല ഭംഗിയിൽ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടി നോക്കാനുള്ളത്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ഏതിനകത്താണ് കൊള്ളുന്നത് അല്ലെ? ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും മലയാളം മീഡിയത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ഏറ്റവും കുറവ്, മിക്കവാറും കുറവ് ഇതുമായിരിക്കും, കൂടുതൽ ഇതുമായിരിക്കും അല്ലേ? അപ്പോൾ അവ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ EVSൻ്റെ നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബുക്ക് പതിപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനകത്തേക്ക് ഇത്തരത്തിലുള്ള പിക്ചറുകൾ വരച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടിയും ഇതിനകത്ത് പെടുന്നതാണ്. ഇനി നോക്കിക്കേ, രണ്ട് ഡിഫറെൻറ്റ് എന്താണ് കാണുന്നത്? കിണറുകളാണ് കാണുന്നത് അല്ലേ? വെൽ, അതിനെന്താണ് പ്രശ്നം? രണ്ടും എന്താണ്, ഒരെണ്ണം നല്ല നീറ്റാണ്, ഒരെണ്ണം വളരെ പിന്നെ ചുറ്റുപാടും ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടക്കുന്നു, തൊട്ടടുത്ത് നിന്ന് അലക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കാക്ക മുകളിൽ നിന്ന് നോക്കിയിരിപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ വെല്ലിനകത്ത് കാണുന്നത്. സെക്കൻഡ് വൺ വളരെ വൃത്തിയുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നും കണ്ടെത്താനുള്ളതാണ് കേട്ടോ, കിണറിലെ ജലം എങ്ങനെ മലിനമാകുന്നു. ഓക്കെ, ഇത് എങ്ങനെ പരിഹരിക്കാം? ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിണറിനടുത്ത് കുളിക്കുന്നു, അപ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? കിണറിനടുത്ത് കുളിക്കരുത്. കിണറിനടുത്ത് അലക്കുന്നു, കിണറിന് മതിൽ കെട്ടുക, ചുറ്റുമതിൽ കെട്ടുക. പിന്നെ കക്കൂസ് ടാങ്ക് അടുത്ത് കാണുന്നു, നമ്മൾ സെപ്റ്റിക് ടാങ്ക്, കക്കൂസ് ടാങ്ക് അടുത്ത് ഉണ്ടാക്കരുത് ഒരിക്കലും. അടുത്ത് കിണറിനരികിലൂടെ മലിനജലം ഒഴുകുന്നു, അപ്പോൾ എന്ത് ചെയ്യുക? ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് മാസത്തിലൊരിക്കൽ വെള്ളം ശുദ്ധീകരിക്കുക. പിന്നെ പക്ഷികളും അതുപോലെ തന്നെ ഇലകളും എല്ലാം വെള്ളം മലിനമാക്കുന്നു, അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുക? കിണറിന് വലയിടുക. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു കൊടുക്കാം അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ, ബാത്തിങ് നിയർ ദ വെൽസ്, അതിനെ തന്നെ ഇംഗ്ലീഷാണ്. കിണറിനടുത്ത് കുളിക്കുന്നു, അപ്പോൾ ഡോൺ ബാത്ത് നിയർ ദ വെൽ, കിണറിനടുത്ത് കുളിക്കരുത്. വാഷിംഗ് ക്ലോത്ത്സ് നിയർ ദ വെൽ, അടുത്തുനിന്ന് അലക്കുന്നു, ചുറ്റുമതിൽ കെട്ടാനാണ് പറയുന്നത്. അതിന് പരിഹാരം സെപ്റ്റിക് ടാങ്ക് നിയർ ദ വെൽ, കിണറിനടുത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. പൊല്യൂട്ട് വാട്ടർ ഫ്ലോറിങ് നിയർ ദ വെൽ, പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ മലിനജലം ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് കിണർ വൃത്തിയാക്കുക. പിന്നെ ബേർഡ്സ് പൊല്യൂട്ടിങ് വാട്ടർ, പക്ഷികളൊക്കെ പൊല്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഫെൻസ് അറൗണ്ട് ദി വെൽ എന്നാണ്, അതെല്ലാം നെറ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ. മേക്കിംഗ് എ പ്രൊട്ടക്റ്റീവ് നെറ്റ് അറൗണ്ട് ദി വെൽ. ഓക്കെ, അപ്പോൾ ഇലകളൊന്നും ചാടില്ല അതിനകത്തേക്ക്, നെറ്റ് യൂസ് ചെയ്താൽ കുറേയൊക്കെ ഒരു ശമനം കാണും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഓരോ വീടുകളിലും ചെന്നിട്ട് നിരീക്ഷിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറത്ത് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ? ഓക്കെ, പിന്നെയോ കിണറിന് ആൾമറയുണ്ടോ? ആൾമറ എന്ന് പറഞ്ഞാൽ ചുറ്റിലും മതിൽ കെട്ടിയിട്ടുണ്ടോ? ഓക്കെ, കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടോ? കിണറിനടുത്ത് മലിനജലം ഉണ്ടോ? പിന്നെ കിണറിനടുത്ത് കുളിക്കാറുണ്ടോ? തുണി അലക്കുന്നത് കിണറിൻ്റെ സമീപത്താണോ? കിണറിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചാണോ കക്കൂസ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്? ഓക്കെ, സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ? അപ്പോൾ വല മൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക, ആൾമറയുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക. മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ നോ തെറ്റിട്ട് കൊടുത്താൽ മതി. പിന്നെ കുളിക്കാറുണ്ടോ എന്ന് അവരോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ബാത്റൂമിൽ നിന്നൊക്കെ ആയിരിക്കും, അപ്പോൾ തെറ്റിട്ട് കൊടുക്കുക. പിന്നെ തുണി അലക്കുന്നത് ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ സെപ്റ്റിക് ടാങ്ക് തൊട്ടടുത്ത് തന്നെയാണോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആണെന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് ഒരു വർക്ക് കേട്ടോ. അപ്പോൾ 5 വീടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈസ് ദ വെൽ കവേർഡ് വിത്ത് എ നെറ്റ്, ഒരു നെറ്റ് ഉപയോഗിച്ച് കിണർ കവർ ചെയ്തിട്ടുണ്ടോ? ശരിയാണെങ്കിൽ ശരിയിട്ടെടുക്കുക. ഈസ് ദർ എ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ, ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മതിൽ കെട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ ചുറ്റിനും ഒരു തടവ് ഉണ്ടാക്കുന്നത്, അതാണ് ഫെൻസിങ്. ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ ശരി. ഈസ് ദർ പൊല്യൂട്ടഡ് വാട്ടർ കളക്ടിങ് നിയർ ദ വെൽ, മലിനജലം ഉണ്ടോ എന്ന് ചോദ്യമാണ്, അപ്പോൾ ഇല്ലെങ്കിൽ തെറ്റിട്ട് കൊടുക്കുക. ഡു പീപ്പിൾ ബാത്ത് നിയർ ദ വെൽ, അതിനകത്തുനിന്ന് കുളിക്കാറുണ്ടോ? ഉണ്ടാവില്ല, എല്ലാവരും ഇപ്പോൾ ബാത്റൂമിൽ നിന്നായിരിക്കും, അപ്പോൾ ഇല്ല എന്ന് തെറ്റിട്ട് കൊടുക്കുക. ആർ ക്ലോത്ത്സ് വാഷ്ഡ് നിയർ ദ വെൽ, ചിലരൊക്കെ ഇപ്പോഴും അലക്കാറുണ്ട്, അല്ലാത്തവരൊക്കെ വീടിനകത്ത് നിന്ന് തന്നെ അലക്കാറ്, അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്നിട്ട് കൊടുക്കുക. ഈസ് ദ സെപ്റ്റിക് ടാങ്ക് കെപ്റ്റ് അവേ ഫ്രം ദി വെൽ, സെപ്റ്റിക് ടാങ്ക് ദൂരെയാണോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണെങ്കിൽ ശരിയിട്ട് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്ത്. ഇനി ജലം ശുദ്ധീകരിക്കാൻ നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഇത്തരത്തിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇതാണ് വാട്ടർ പ്യൂരിഫയർ, ഒരുവിധം ചില വീടുകളിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട് അല്ലേ. ഇനി എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് നമുക്കൊരു കുറിപ്പ് എഴുതാനുണ്ട്. നോക്കിക്കേ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് എടുത്തെഴുതാം. കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ബ്ലീച്ചിങ് പൗഡറാണ് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. ഇത് വേണം എന്നില്ല. ഓക്കെ, അടുത്തത്. മാസത്തിലൊരിക്കലെങ്കിലും കിണർവെള്ളം ശുദ്ധീകരിക്കണം, അതും വേണമെന്നില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് നമ്മൾ കുറിപ്പ് എഴുതാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് തൊട്ട് തുടങ്ങാം. 2 ആൾ ആഴത്തിൽ വെള്ളമുള്ള കിണറിലേക്ക് ഒരു തീപ്പെട്ടിക്കൂടിൽ കൊള്ളാവുന്നത്ര ബ്ലീച്ചിങ് പൗഡർ മതിയാകും. 1 കപ്പ് വെള്ളത്തിൽ 1 തീപ്പെട്ടിക്കൂട് ബ്ലീച്ചിങ് പൗഡർ കലക്കി വെക്കുക. കലക്കി വെച്ചതിൻ്റെ തെളിവെള്ളം ശേഖരിച്ച് കിണറിലേക്ക് ഒഴിക്കുക. വെള്ളം കോരാനുള്ള ബക്കറ്റ് ഉപയോഗിച്ച് കിണറിലെ വെള്ളം നന്നായി ഇളക്കുക. പിറ്റേ ദിവസം രാവിലെ മുതൽ കിണറിലെ ജലം ഉപയോഗിക്കാം. ഇത്രയും എഴുതിയാൽ മതി ഇവിടെ വരെ കേട്ടോ. പിന്നെ ബ്ലീച്ചിങ് പൗഡർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും. അത് നമുക്ക് അറിവിന് വേണ്ടി പറയുന്നതാണ്. അധികമായാലും അത് പിന്നെ ശരിയാവില്ല എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം നമുക്ക് ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് കുറിപ്പ് ചോദിച്ചതിൽ ഇത്രയും എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വാട്ടർ പ്യൂരിഫൈ, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ അത് എഴുതാം. പേജ് നമ്പർ 44 അപ്പോൾ അതിനകത്ത് ഇൻ എ വെൽ വിത്ത് വാട്ടർ, ഇവിടുന്ന് തൊട്ട് തുടങ്ങിയാൽ മതി. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. ഓക്കെ, ഇൻ എ വെൽ വിത്ത് വാട്ടർ അപ് ടു 2 persons ഹൈറ്റ്, 2 ആളുകളുടെ ഹൈറ്റിൽ ബ്ലീച്ചിങ് പൗഡർ ഇൻ എ മാച്ച് ബോക്സ് ഈസ് സഫിഷ്യൻറ്റ്. ഒരു മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീപ്പെട്ടിക്കൂടി, അത് സഫിഷ്യൻ്റ് ആണ്, അത് മതി. മിക്സ് എ മാച്ച് ബോക്സ് ഫുൾ ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിത്ത് എ കപ്പ് ഓഫ് വാട്ടർ. അതായത് ഒരു മാച്ച് ബോക്സിൽ ഒരു ഇതെടുത്തിട്ട് 1 കപ്പ് വാട്ടർക്ക് അതെന്ത് ചെയ്യുക, മിക്സ് ചെയ്യാം. പോർ ദ ഫിൽറ്റേർഡ് വാട്ടർ ഇൻ ടു ദ വെൽ, അതായത് എന്നിട്ട് അതിങ്ങനെ ഊറി വന്നിട്ടുള്ള വെള്ളം അല്ലേ ഫിൽറ്റേർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ, ആ വെള്ളം നമ്മുടെ കിണറിലേക്ക് ഒഴിക്കുക. നൗ സ്റ്റിർ ദ വെൽ വാട്ടർ യൂസിങ് ദ ബക്കറ്റ് ടു ഡ്രോ വാട്ടർ ഫ്രം ഇറ്റ്. അതായത് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് പൊക്കി ഇങ്ങനെ വെള്ളം ഒന്ന് ഇളക്കി ഇതാക്കാറുണ്ടായിരുന്നു. അതായത് നമുക്ക് കിണറിലെ വെള്ളം ഇപ്പോൾ കയ്യിൽ ഉപയോഗിച്ചൊന്നും ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുക്കുന്ന ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊങ്ങിയും താഴെ ഇങ്ങനെ ഇടും. അപ്പോൾ അതിനകത്തൊരു വെള്ളം ഇളക്കം ഉണ്ടാവും. അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. ദ വാട്ടർ ഇൻ ദ വെൽ മേ ബി യൂസ്ഡ് ദ നെക്സ്റ്റ് മോർണിംഗ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് നമുക്ക് വെള്ളം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അത്രയും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇവയൊക്കെയായിരുന്നു കേട്ടോ. അപ്പം ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക്ഷീറ്റൊക്കെ ആ സമയത്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ. അതിന് മുൻപായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.